Hallelujah. Praise Jesus. Hallelujah. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നമ്മുടെ കർത്താവിനെ ഈ പകൽ ആരാധിപ്പാൻ നമ്മെ കൂട്ടിവരുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും സകല മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് അനുദിനം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാലുകല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് നമ്മെ പരിപാലിച്ച, വിടുവിച്ച, സംരക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി, സ്നേഹത്തിനായി നന്ദിയോടെ എല്ലാ അധരങ്ങളും ചലിപ്പിച്ച് കരങ്ങളെ ചേർത്തടിച്ച് മൗനമായി ഇരിക്കാതെ നന്ദി സൂചകമായി ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് അത്ഭുതകരമായി, അതിശയകരമായി ഇന്നയോളം നമ്മെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഈ പകൽ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നേഷുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ നേഷുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തുവണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വ അതിലുമെന്നെ പാതയാൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വ അതിലുമെന്നെ പാതയാൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി ആത്മാർത്ഥമായി ചേർന്ന് പാടിയാകാം. എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഒരിക്കൽ കൂടെ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ അനൂപ് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹനായ നമ്മുടെ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ,
അനുഗ്രഹമായ കർത്താവേ ഞായറാഴ്ചയുടെ പകൽവേളയെ ഓർത്ത് പ്രാർത്ഥന കർത്താവേ, അനുഗ്രഹമായ ഒരു ദിവസം കൂടി ദാനമായി തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളായിരുന്ന കർത്താവ് ഓരോ മേഖലയിൽ നിന്നത്തെ കൊഴുതൻ കുഞ്ഞിന് ചെറിയെങ്കിൽ മറ്റു പരിപാലിച്ചു പോലെ കർത്താവേ താങ്ങിയെത്തിയ ആ സ്നേഹത്തെയും കരുതൽ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അനേകം പേർ കർത്താവേ ദിവസം കാണാൻ കഴിയാതെ ലോകം നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളായിരുന്ന കർത്താവേ ഓരോ മേഖലകളിലും കർത്താവേ സൂക്ഷിച്ചല്ലോ. ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഒരുമിച്ചെത്താൻ ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിക്ക് അടുത്ത് വരികയാണ് കർത്താവേ. ഞങ്ങളോട് സംസാരിക്കേണ്ടപ്പെട്ട് ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഓൺലൈനായി ഓഫ്ലൈനായി കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് മുട്ടുകുത്തി ഓരോ വ്യക്തിയുടെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവേ. സ്തോത്രം. ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ആരെങ്കിലും രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളുടെ കരം വെച്ച് ഞങ്ങൾ പൂർണ്ണ സൗഖ്യം കൊടുത്തവരെ അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥന കർത്താവേ. കരം കർത്താവേ അവർ കൂടെ ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഹാല ഞങ്ങൾക്ക് നല്ല കർത്താവേ സ്തോത്ര വചനങ്ങൾ നൽകി തീരുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഞങ്ങളുടെ ദാസനെ കരങ്ങൾക്ക് ഉപയോഗിക്കുമാറാണമേ. ഹല്ലേലൂയ ദാസനെടുക്കുന്ന ഓരോ വചനത്തിലും കർത്താവേ വലിയൊരു ജീവൻ ഞങ്ങൾക്ക് പ്രാപിച്ച് അത് ഭക്ഷിച്ച് മുന്നേറുക ഞങ്ങളെ ഇടാക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഓരോരുത്തർ ജീവിത നിലവാരം അനുസരിച്ച് കർത്താവേ അവരോട് ഇടപെടുകയും സംസാരിക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തോത്രം. ആവശ്യമായി സൈനിക കടന്നു വന്നാലും കർത്താവേ അതിന്മേലും അങ്ങയുടെ ദൈവപ്രവൃത്തിയും കാണുവാൻ ഇടാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അവരെ ഏർപ്പെടുന്ന ഓരോ മേഖലകളിലും കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കുമാറാണമെന്ന് പ്രാർത്ഥന കർത്താവേ. അവരായിരിക്കും ദേശങ്ങളിൽ ഒരു സാക്ഷിയായി നിർത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. അവർ സംസാരിക്കുന്ന ഓരോ വാക്കിലും കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി കാണുക അങ്ങ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. ഭവനങ്ങൾ വലിയൊരു ദൈവപ്രവൃത്തി കാണുക ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. അവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും കർത്താവേ മറുപടി കൊടുത്ത കർത്താവേ അതിന്മേൽ ജയം പ്രാപിച്ച് മുന്നേറി ജീവിക്കുവാൻ ഓരോരുത്തരും ഇടയാക്കുമാറാണ് പ്രാർത്ഥന കർത്താവേ. ഒരു വ്യക്തി പോലും താഴ്ന്നു പോകാൻ നശിച്ചവനും ഇടയാക്കാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ തീരുവാൻ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുന്നവരെ തീരുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. ആരാധന കഴിയുന്ന മുമ്പ് തന്നെ കർത്താവേ അങ്ങയുടെ അഭിഷേകം പ്രാപിച്ചു തന്നെ കർത്താവേ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കൃപ ഓരോ വ്യക്തിയിലും ചൊരിയുമാറാണെന്ന് പ്രാർത്ഥിത്താവേ. വന്ന പോലെയല്ല കർത്താവേ മടങ്ങി പോകുമ്പോൾ പുത്തൻ അഭിഷേകം പ്രാപിച്ച് തന്നെ ദൈവകൃപ പ്രാപിച്ച് തന്നെ മടങ്ങി പോകുക അങ്ങ് ഓരോ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിത്താവേ. സ്തോത്രം. ലോകം നടക്കുന്ന കർത്താവേ വിശുദ്ധാരനെ അനുഗ്രഹിക്കുന്നതോടൊപ്പം കർത്താവേ ചെറിയ കൂട്ടത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിത്താവേ. കടന്നു വന്ന കർത്താവേ നഷ്ടത്തിനില്ല കർത്താവേ ലാഭത്തിന് കാരണമാകുക ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിത്താവേ. ഞങ്ങൾക്ക് നൽകപ്പെടുന്ന വചനം കർത്താവേ അത് കർത്താവേ ശക്തിയോടെ പ്രാപിച്ച കർത്താവേ ആ കൃപ പ്രാപിച്ച് എന്നെ കർത്താവേ ഇനി വരുവോളം കർത്താവേ അതായത് വരുവോളം കർത്താവേ ആ ജീവനിൽ ഭക്ഷിച്ച് കർത്താവേ മുന്നോട്ട് ജീവിക്കുക ഞങ്ങൾ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിത്താവേ. ഞങ്ങൾ ജോലി മേഖല അനുഗ്രഹിക്കുമാറാണമേ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കുമാറാണമേ പ്രാർത്ഥന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ അങ്ങ് നടന്ന കൃപയ്ക്ക് കരുതലോട് നന്ദി പറയുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. അവിടുന്ന് കർത്താവേ നല്ല ആരാധന നല്ല പാട്ടുകൾ നൽകി തരുമാറാണ് പ്രാർത്ഥന നല്ല വചനങ്ങൾ നൽകി തരുമാറാണ് പ്രാർത്ഥനത്താവേ. കൃപയോട് നന്ദി പറയുന്നതാവേ. സ്തോത്രം. അത് ചെറിയവരും വലിയവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥന ഞങ്ങൾ ഓരോ താത്തി ഏൽപ്പിക്കുന്നതാവേ ഞാൻ കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാം തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. നാം വിശ്വാസത്തോടെ എന്ത് കൽപ്പിക്കുന്നുവോ അത് സംഭവിക്കും എന്ന് വചനം പറയുന്നു. ആമേൻ. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നീ എന്ത് വിശ്വസിക്കുന്നുവോ നീ എന്ത് വിശ്വസിച്ച് കൽപ്പിക്കുന്നുവോ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ദാനമായി നൽകിയല്ലോ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത് നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത് നമ്മുടെ കൂടപ്പിറപ്പുകളായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഈ പകൽ നന്ദിയോടെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഭക്തൻ പാടിയത് ഇങ്ങനെയാണ്: ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാൻ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാൻ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി
എൻ ദൈവമേ ഒരിക്കൽ കൂടെ ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണത്തിൽ ആരും കുറയാതെ നാം ആയിരുന്നെടുത്ത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ ജീവിത പങ്കാളികൾ ഒക്കെ ആയിരുന്നെടുത്ത് കൊഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ മറയ്ക്കുകയും വഹിക്കുകയും ചെയ്ത ആ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുന്നവർ മൗനമായിരിക്കാതെ ഇന്ന് പകൽ നന്ദിയോടെ ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ, എത്ര വല്ലവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ആ ജീവിത ശൂന്യതയിൽ നടുവിൽ നമ്മെ കരം പിടിച്ച് നടത്തിയ ആ കർത്താവിനെ നന്ദിയോടെ ചേർന്ന് പാടി നമുക്കൊരുമിച്ച് ആരാധിക്കാം. ആമേൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ ഒരുക്കിയിടുന്നവൻ, നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരവരും പ്രതികൂലമാകുമ്പോ പാരിലേറും പ്രയാസവേളയിൽ, പ്രിയരവരും പ്രതികൂലമാകുമ്പോ പാരിലേറിടും പ്രയാസവേളയിൽ, പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസനിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്മുനാഥൻ കൃപ നൽകണേ ദാസനിൽ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. താമസമില്ല എൻ കാന്തൻ വരാനായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാനായി. താമസമില്ല എൻ കാന്തൻ വരാനായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാനായി. ഇല്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും, ഭൂമിയില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും, ആത്തിടും പാടിടും ദൂതരോടൊന്നിച്ച്. എത്ര നല്ലവൻ എൻ യേശുനായകൻ,
ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ ആമേൻ നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ ഓ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ നാളെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ നാളെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോ പാരിവേരോ പ്രയാസവേളയിൽ ആമേൻ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോ പാരിവേരോ പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരി പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്മുഖം നൽകണേ ദാസരി എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തു നടത്തിയിടുന്നവൻ ആമേൻ എത്ര നല്ലവൻ ഗ്ലോറി ഹല്ലേലൂയ ആമേൻ 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 താമസമില്ല എൻ കാന്തന്മാരാ ഓ കാവലൂരി എൻ കാതി കേട്ടാരാ ആമേൻ താമസമില്ല എൻ കാന്തന്മാരാ ഓ കാവലൂരി എൻ കാതി കേട്ടാരാ ആമേൻ കണ്ണുനീരില്ലാത്ത ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ നല്ലവൻ എൻ യേശുനായകൻ ആമേൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ പച്ചപ്പുൽമേടുകളിൽ ഇടവും പാടിപ്പാടോട്ടാലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാടിപ്പാടോട്ടാലെങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും തന്നെയൊന്നായി ഘോഷിച്ചിടാം പാലകനേശുവെ മറന്നിരിക്കും തന്നെയൊന്നായി ഘോഷിച്ചിടും വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക ഈശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയ
തോന്നിയപ്പോ വിശാലമൂലൻ അടിച്ചുയർന്നു. പടകു തകർന്നു തോന്നിയപ്പോ നോടിയിൽ ജയം തന്ന രക്ഷകന്റെ പാദനമോർത്തു നാം സ്തുതിച്ചിടുക. നോടിയിൽ ജയം തന്ന രക്ഷകന്റെ പാദനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. ഇന്ന ഭാരതമേരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട തുലസിതില്ലേ. ഇന്ന ഭാരതമേരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട തുലസിതില്ലേ. കാക്കയാൽ വാഴ്ത്തനെ പൂർത്തിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ വാഴ്ത്തനെ പൂർത്തിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുമില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാടുമില്ലാതെ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. ഓ വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. ഈശാനമൂലെ അടിച്ചുയർന്നു. ആമേൻ. പടകു തകർന്നു തോന്നിയപ്പോ ഈശാനമൂലെ അടിച്ചുയർന്നു. പടകു തകർന്നു തോന്നിയപ്പോ നോടിയിൽ ജയം തന്ന രക്ഷകന്റെ പാദനമോർത്തു നാം സ്തുതിച്ചിടുക. നോടിയിൽ ജയം തന്ന രക്ഷകന്റെ പാദനമോർത്തു നാം സ്തുതിച്ചിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. ഓ വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. അവന്റെ നാമം ഉയർത്തിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ ആമേൻ അപ്പുറം കടന്നിടാൻ പാടുമില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ ആമേൻ അപ്പുറം കടന്നിടാൻ പാടുമില്ലാതെ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. ആമേൻ. അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. ഓ അവന്റെ നാമം ഉയർത്തിടുക.
ചൊല്ലിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, ആമേൻ വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്ന ഭാരത ഒരുങ്ങിയപ്പോ ആമേൻ ഒന്നും ഭയപ്പെടേണ്ട ദൂരാജയില്ലേ. ഓ ഇന്ന ഭാരത ഒരുങ്ങിയപ്പോ ആമേൻ ഒന്നും ഭയപ്പെടേണ്ട ദൂരാജയില്ലേ. കാക്കയാൽ ഭാഗ്യനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക, ആമേൻ. കാക്കയാൽ ഭാഗ്യനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക, സ്തുതി വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, ആമേൻ. അവന്റെ നാമം ഉയർത്തിയിടുക, ആമേൻ വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, സ്തുതി അവന്റെ നാമം ഉയർത്തിയിടുക, ആമേൻ വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്. എത്ര പേർക്ക് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. ഓ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള യേശുവിന്റെ നാമത്തിൽ നൽകുന്നുവെന്ന് പറഞ്ഞ് ഓ മുടന്തരായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് പകലിലും ഓ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുകയാണ്. കോട്ടയിൽ അകപ്പെട്ടപ്പോ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വന്നപ്പോ പ്രതികൂലങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഉയരത്തിലെ വചനത്തിന്റെ ശക്തിയെ പകർന്ന് ജയത്തോടെ നടത്തിയ കർത്താവിനെ ഈ പകൽ നന്ദിയോടെ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ട്. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസതയുടെ രക്ഷിക്കാൻ കഴിയാതെ കണ്ട് പോയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ കണ്ട് അന്തമായി പോയിട്ടില്ല. നിലവിളിക്കുന്ന ഭക്തന്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഓ സ്വർഗീയ ദൈവത്തിന്റെ സാന്നിധ്യം, ഓ മരുഭൂമിയെ കളപ്പാടിയാക്കി മാറ്റിയ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ഓ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിവാനിടയാകട്ടെ. അവൻ വിടുവിക്കുന്നവൻ, അവൻ കരുതുന്നവൻ, അവൻ പരിപാലിക്കുന്നവൻ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓ റിഗബലബ ശബ്ദനാദന ശിവനാദന ഹല്ലേലൂയ. പ്രാണന മരണത്തിൽ വിടുവിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഓ Glory to God, glory to God, hallelujah. ഈശാനമൂലമാകുന്ന കാറ്റുകൾ ജീവിതമാകുന്ന പടങ്ങളിൽ ആനടിച്ചപ്പോൾ തകർന്നു പോകാതെ ഓ കരുണാമയനായ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരിപ്പാനിടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ ഓർമ്മമായി ഇരിക്കാതെ ഓ ദൈവത്തെ സ്തുതിച്ചാട്ട് ഓ അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ നായകനായ അവൻ നടകൊള്ളുകയാണ്. ഹല്ലേലൂയ. ഓ അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലങ്ങളുടെ ചൊരിയുമാറാണമേ. ഓ ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ഓ ഹല്ലേലൂയ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ആകുലതകളും മാറട്ടെ. ഓ രോഗികൾ സൗഖ്യമാകട്ടെ, തീരുമാനക്കാർ മടങ്ങി വരട്ടെ. വിശ്വസിക്കുന്നവരോ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ആത്മനദിയുടെ
ഹല്ലേലൂയ glory 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 സകല ബുദ്ധിയേക്കാൾ ദൈവിക സമാധാനം Hallelujah, 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 glory, glory, glory. ഹല്ലേലൂയ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയങ്ങളുടെ മേലെല്ലാം നീതിയോട് ഉത്തരമരുളുന്നു. ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. നിലകളിൽ പ്രിയരവരെല്ലാം പ്രതികൂലമായി നിന്നപ്പോൾ, ഹല്ലേലൂയ, നിന്റെ കഷ്ടത കണ്ട് മാറിപ്പോയപ്പോൾ, പരിഭവം പറഞ്ഞ് ആ മാറി നിന്ന് അമ്മ നിന്നെ നോക്കി ചിരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ പാരിലേറിടുന്ന പ്രയാസവേളകളിൽ ആ പൊന്മുഖം കണ്ട്, ഹല്ലേലൂയ, യാത്ര ചെയ്യുവാൻ അവിടുന്ന് പകരപ്പെട്ട ദൈവകൃപയ്ക്കായി ഈ പകൽ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയരേ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ പ്രിയരേ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. ആമേൻ. പ്രിയരേ വരും പ്രതികൂലം ആയി നിൽക്കുമ്പോൾ, പ്രിയരേ, ആ പ്രയാസവേളയിൽ നീ തകർന്നു പോകാതെ ആ പൊന്മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നെങ്കിൽ അത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ പ്രാപ്തിയല്ല. ആമേൻ. ദൈവം നിന്നോട് കാണിച്ച കൃപയാണ്. കൃപയാണല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നത് നമ്മുടെ കർത്താവാണ്. ആമേൻ. നിന്നെ തകർത്ത് കളയത്തക്ക വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നിനക്ക് മുമ്പിൽ ഒന്നിനു പുറകെ ഓരോന്നായി ഉയർന്നു പോകുമ്പോഴും അതിന്റെ മധ്യേ നീ തകർന്നു പോകാതെ നിൽപ്പാൻ ഉയരത്തിലെ കൃപ നിനക്ക് പകർന്നു തന്ന ആ നല്ല കർത്താവിനെ ഇന്ന് പകൽ നന്ദിയോടെ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി ആത്മാർത്ഥതയോടെ ചേർന്ന് പാടിയാണ്. നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ടീച്ചർ ആൻഡീഷ് പുതുവിനെ വഹിച്ചുകൊണ്ട് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കും. ഹല്ലേലൂയ. Thank you, Lord Jesus.
പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ ഹല്ലേലൂയ. നല്ല വചനങ്ങൾ, നല്ല സങ്കീർത്തനങ്ങൾ കർത്താവേ, നല്ല ഗാനങ്ങളെല്ലാം നൽകി തെരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസന് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ കർത്താവെ ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നാഥ. ഹല്ലേലൂയ. സ്തോത്രങ്ങളുടെ വിഷയം എന്തെന്ന് അറിയുന്നില്ല നാഥ, അങ്ങേക്ക് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ കർത്താവെ. ദൈവമേ അവരോട് ഇടപെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനത്തിലൂടെ കർത്താവെ അവരുടെ പരിഹാരം നടത്തി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനം വെച്ച് സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ അങ്ങ് ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശക്തിപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. കർത്താവെ വിദ്യാഭ്യാസത്തിനായി കടന്നു പോകുമ്പോൾ ദൈവമേ അവരോട് കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അങ്ങയുടെ സാക്ഷികളായി നിൽക്കാൻ ദൈവമേ അങ്ങ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായും തൊടുവാനോ തകർക്കുവാനോ അവരെ കർത്താവെ തൊടുവാൻ അനുവദിക്കാതെ വണ്ണം കർത്താവെ അങ്ങയുടെ ചിറൻ കീഴിൽ ഓരോരുത്തരെയും മറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല വിദ്യാഭ്യാസം, നല്ല ജ്ഞാനവും ബുദ്ധിയും അറിവും എല്ലാം കൊടുത്ത് കർത്താവെ അവരെ വഴി നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ അവരോട് കൂടെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അവർ പോകുന്ന വാഹനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അപകടങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും വരാൻ അനുവദിക്കാതെ അങ്ങയുടെ ചിറൻ കീഴിൽ മറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അവരെ ഓരോ വിഷയത്തിന്മേലും കർത്താവെ അങ്ങ് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അന്നത്തെ ആരാധന അനുഗ്രഹമായി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരുടെ ആരാധനയെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ കൂട്ടത്തെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് ഭയഭക്തിയോടെ ഇരിക്കുവാനുള്ള കൃപ അങ്ങ് പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനപ്രകാരം ജീവിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടം തൊടുവാനോ തകർക്കുവാനോ ആരെ അനുവദിക്കരുത് കർത്താവെ. അവരെ അങ്ങയുടെ ചിറൻ കീഴിൽ മറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരും കർത്താവെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കണം നാഥ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾക്കോട് മറുപടി അയച്ചിരിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ജീവൻ അർപ്പിച്ചവൻ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ അക്കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനും സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ ഈ പകലിലും ആമേൻ കൂടി വന്ന് ആരാധിപ്പാൻ ആമേൻ ആരോഗ്യവും ബലവും ആയുസ്സും ഒക്കെ നൽകിയ കർത്താവിന് ആമേൻ സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് പകൽ കൂടി വന്ന ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പകർന്ന് പ്രാർത്ഥിച്ച് ആമേൻ ഈ കൂട്ടായ്മ ആമേൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശരീരം കൊണ്ട് അകന്ന് ഇരിക്കുന്നുവെങ്കിലും ആത്മാവിൽ ഹല്ലേലൂയ ഒന്നായി തീർന്നുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് പകലിലും ആമേൻ നമ്മുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ കർത്താവ് എത്ര വല്ലഭനാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ അവിശ്വസ്തത. ആമേൻ. വചനം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ കണ്ട്
അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കാണ് ഈ പകലിലും രക്ഷ ആവശ്യമായിരിക്കുന്നത്? അവർക്കാണ് ഈ പകലിലും വിടുതൽ ആവശ്യമായിരിക്കുന്നത്. ആർക്കാണ് ഈ പകലിലും സഹായം ആവശ്യമായിരിക്കുന്നത്? ആമേൻ. അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് നിലവിളിക്കുന്നത്? അവന്റെ ആമേൻ കാത് തുറന്നിരിക്കുകയാ. ആമേൻ നിന്റെ നിലവിളിക്കായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമേൻ വേഗത്തിൽ ദൈവം നമുക്ക് നൽകിയ ചിന്ത ആമേൻ അതെ പങ്കുവെക്കുവാനായി അതിന് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചനം വായിപ്പാനായി കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ സുപരിചിതമായ, പലപ്പോഴും നമ്മൾ വായിക്കുകയും ബലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽ ആമേൻ വായിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും പുതുമയേറിയ ചിന്തകൾ, പുതുമയേറിയ ആലോചനകൾ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ പകൽ നിങ്ങളെ നിറച്ച് അതെ പറഞ്ഞയക്കുവാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിച്ചു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ച ആമേൻ ഓരോ വ്യക്തിക്കും പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. നമുക്കറിയാം, കാത്തിരിക്കുക. ഹല്ലേലൂയ. പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾ റിസൾട്ടിന് വേണ്ടി എന്ത് ചെയ്യും? കാത്തിരിക്കും. ഒരു യാത്രയ്ക്ക് വേണ്ടി ആമേൻ അതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഒരു ആമേൻ വ്യക്തി ആ ട്രെയിൻ വരുവാൻ വേണ്ടി എന്ത് ചെയ്യും? കാത്തിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തി ആമേൻ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ട് അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യും? കാത്തിരിക്കും. ആമേൻ. അതെ, വിദേശത്ത് പോകുവാൻ ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു വ്യക്തി അവിടെ നിന്ന് ലെറ്റർ വരുവാൻ, അവിടെ നിന്ന് വിസ വരുവാൻ എന്ത് ചെയ്യും? കാത്തിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ടിക്കറ്റും ആമേൻ പാസ്പോർട്ടും ആമേൻ വിസയും ഒക്കെയായി ആമേൻ എയറോഡ്രോമിൽ പോയി അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയി ആമേൻ അവിടെ ആമേൻ അത് ചില പ്രോസസ്സിംഗ് കഴിഞ്ഞ് ആമേൻ ചില മണിക്കൂറുകൾ ആമേൻ വെയിറ്റിംഗ് റൂമിൽ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? ഉദ്ദേശിച്ച ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട്. അയ്യോ എന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, അയ്യോ എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, അയ്യോ എന്റെ കയ്യിൽ വിസയുണ്ട് എന്ന് പറഞ്ഞ് ആർക്കും ഓടി അങ്ങ് പോകാൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. അതിനൊക്കെ ആമേൻ ചില ക്രമീകരണങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ആമേൻ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ പാലിച്ച് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും ആ നിശ്ചയിച്ച ആ ഡേറ്റിന് വേണ്ടി, നിശ്ചയിച്ച സമയത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഹല്ലേലൂയ. ആഗ്രഹപ്രകാരം കൺസീവായ ആമേൻ ഒരു വ്യക്തി ആമേൻ ആ തലമുറയെ കണ്ട് സന്തോഷിക്കുവാൻ വേണ്ടി ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ കാത്തിരിപ്പ് ആമേൻ നല്ലതാണ്. കാത്തിരിപ്പ് ക്ഷമയോടെയാണെങ്കിൽ നിശ്ചയമായും റിസൾട്ട് ഉറപ്പാ. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്ണുകൾ കൊതിച്ചിടും നാദികമായി കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എൻ്റെ കണ്ണുകൾ കൊതിച്ചിടും നാദികമായി കുതുകമോടെ. കാലമേറെ ചെല്ലും മുമ്പേ കാഹളങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അവന്റെ പൊന്മുഖമൊന്ന് നേരിൽ കാണുവാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉപമകളിലൂടെയാണ് പല കാര്യങ്ങളും ശിഷ്യന്മാരെ എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. അല്ലേ? അബുദ്ധിയുള്ള കന്യകാമാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും.
10 പേര് കന്യകയായി അല്ലേ? 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായി. 10 പേരും വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചതാ. പക്ഷെ അതിൽ 5 പേരെ ബുദ്ധി ഉള്ളവരുണ്ടായിരുന്നു. അമ്മേ, വിളക്കിൽ എണ്ണ എന്ത് ചെയ്തു? കരുതി. അപ്പൊ കാത്തിരിക്കുന്ന വ്യക്തികളിൽ എന്തൊക്കെ വേണോ അതൊക്കെ കരുതണം, വേണ്ടേ? ടിക്കറ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് എയർപോർട്ടിൽ പോയാൽ കയറിപ്പോകാൻ ഒക്കത്തില്ല. പാസ്പോർട്ട് എടുത്ത് വീട്ടിൽ വെച്ചാൽ കാര്യം നടക്കത്തില്ല. പലതവണ എയർപോർട്ടിൽ പോയി ആമേൻ എന്റെ സഹോദരങ്ങളെ യാത്ര ചെയ്യിപ്പാൻ ആമേൻ ഇടയായിട്ടുണ്ട്. ആമേൻ അവിടെ ചെന്ന് ഒരു പരിധി വരെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടി അവരോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മോറിയ മലയിൽ പോയി യാഗം കഴിച്ച് മടങ്ങി വരുവാൻ തയ്യാറായ അബ്രഹാമിന്റെ കൂടെ യാത്ര ചെയ്ത ബാല്യക്കാരെ ഒരു പരിധി വരെ എന്ത് ചെയ്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, അവിടെ കാത്തിരിക്കുവാനായിട്ട് ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, മക്കൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും, ആമേൻ, അവിടെ നിന്ന് പൊങ്ങുന്ന പ്ലെയിനിനകത്ത് കയറാൻ വേണ്ടി കാത്തിരിക്കുവാൻ ആർക്കേ സാധിച്ചുള്ളൂ? അതിനുവേണ്ടി ഒരുങ്ങിയ, അതിനുവേണ്ടി തയ്യാറായ വ്യക്തിക്ക് മാത്രം. അപ്പോ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായ വ്യക്തിയുടെ കയ്യിൽ എടുക്കേണ്ടതെല്ലാം എന്ത് ചെയ്തു? വാരിക്കോരി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആമേൻ, ഞാന് പലപ്പോഴും ആമേൻ യാത്രയ്ക്ക് വേണ്ടി കൂടെ പോയപ്പോ കാണാൻ കഴിഞ്ഞത്, ആമേൻ, ഈ അടുത്ത ദിവസവും ആമേൻ എയർപോർട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായ സഹോദരന്റെ കൂടെ പോയപ്പോ ആമേൻ അടുത്തുള്ള ആമേൻ അതെ ഒരു കടയിൽ കൊണ്ടുപോയി താൻ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വെയിറ്റ് എന്ത് ചെയ്തു? തൂക്കി. ആമേൻ, അവിടെ ആമേൻ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഇത്ര കിലോയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആമേൻ, ഞാൻ ടിക്കറ്റ് എടുത്തതാണ്, ഞാൻ വിസ എടുത്തതാണ്, എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടം പോലെ വാരി വലിച്ചു കൊണ്ടുപോകാമെന്ന് വെച്ചാൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ആമേൻ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നേരിൽ കണ്ടു, ഏതോ ഒരു യാത്രയ്ക്ക് വേണ്ടി പോയവരോ വന്നവരോ കൊണ്ടുവന്ന ബാഗിനകത്ത് ആമേൻ അവർ പറഞ്ഞിരിക്കുന്നതിലധികം കണ്ടതുകൊണ്ട് അവിടെ വെച്ചത് പൊട്ടിച്ച് വലിച്ച് അതിനെ എന്ത് ചെയ്യണം, എറിയുക. ഹല്ലേലൂയ. നീ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാണെങ്കിൽ, യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ആമേൻ നീ ചെയ്യുമ്പോൾ ആമേൻ ആ വെച്ചിരിക്കുന്ന വ്യവസ്ഥ നീ എന്ത് ചെയ്യണം, പാലിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ സഹായിക്കുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന, നിന്നെ പുലർത്തുന്ന, നിന്നെ സഹായിക്കുന്ന സർവശക്തനായ ദൈവം, ആമേൻ, ആ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ നിന്നോട് കൽപ്പിക്കുന്നത് നീ ചെയ്യുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ, വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ പ്രകാരം നീ എന്ത് ചെയ്യണം, ചുവടുകൾ വെക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി അവൻ എന്ത് ചെയ്തു, കേട്ടു. എന്തിനു വേണ്ടിയാണ് നീ നിലവിളിക്കുന്നത്? ഒരു മറുപടിക്ക് വേണ്ടിയാണെങ്കിൽ നിന്റെ നിലവിളി എങ്ങനെയെങ്കിലും നിലവിളിച്ചാൽ ഒക്കത്തില്ല. നിന്റെ നിലവിളി ഉയരത്തിൽ എന്ത് ചെയ്യണം, എത്തണം. ഹല്ലേലൂയ. ആ നിലവിളി ഉയരത്തിൽ എത്തണമെങ്കിൽ ആമേൻ നിലവിളിക്കേണ്ടതുപോലെ നീ എന്ത് ചെയ്യണം? അയ്യോ, ഓടി വരണേ. ഹല്ലേലൂയ. ഒത്തിരി പേര് ഓടി വരുന്നേക്കാം, പക്ഷെ അവർക്കൊക്കെ പരിമിതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എന്റെ നിലവിളി എന്ത് ചെയ്തു, കേട്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചിന്ത, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ഭവനത്തിന്റെ ഭവനിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്? നിന്റെ ഭാവി ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്?
നിന്റെ ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നിന്റെ ജീവിത പങ്കാളിയുടെ പ്രമോഷന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയാണ്. നീ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 29 മുതൽ 34 വരെയുള്ള വേദഭാഗം. യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്തായിരുന്നു വാഗ്ദത്തം? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്ത് ചെയ്യും? ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങൾ ആ ശക്തി പ്രാപിച്ചിട്ട് വേണം സാക്ഷികളായി ലോകത്തിന്റെ അറ്റത്തോളം എന്ത് ചെയ്യാൻ പോകുക. പ്രിയരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ വീട് കൊണ്ട് ഒതുങ്ങിത്തീരരുത്, നമ്മൾ നമ്മുടെ നാട് കൊണ്ട് ഒതുങ്ങിത്തീരരുത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒതുങ്ങിത്തീരാനായിരുന്നെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കത്തില്ലായിരുന്നു. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ ആമേൻ കോളിംഗ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് എത്തപ്പെടുവാൻ കഴിയാതെ നിന്റെ യാത്രയിൽ പ്രമോഷനിൽ തടസ്സങ്ങളെ കൊണ്ടുവരുന്ന ദുഷ്ടന്റെ പദ്ധതികളെ പൊളിച്ച് അവന്റെ ബൗണ്ടറികളെ പൊളിച്ച് ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ഭാഗമായി നിന്നെ മുമ്പോട്ട് കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റി നയിക്കുവാൻ ശക്തിയുള്ള വചനത്തിന്റെ ശക്തിയെ കാത്തിരുന്ന് പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, അതേ പത്രോസിന്റെ അതിരുകൾ വിശാലമായതുപോലെ. ഹല്ലേലൂയ. എങ്ങനെ പത്രോസിന്റെ അതിരുകൾ വിശാലമായത്? മുക്കുവൻ എന്നറിയപ്പെട്ട് കടൽ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിധിയാണെന്ന് ചിന്തിച്ചിരുന്ന പത്രോസിന്റെ വിധിയെ തമ്പുരാൻ എന്ത് ചെയ്തു? പൊളിച്ചു. കടലുകൊണ്ടും വീട് കൊണ്ടും ജീവിതം തീരേണ്ടവനല്ല, കടലിന് അപ്പുറത്തേക്ക്, കരയ്ക്ക് അപ്പുറത്തേക്ക് ആമേൻ സഞ്ചരിക്കുവാൻ അവനെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റിയ, നല്ല എഴുത്തുകാരനാക്കി മാറ്റിയ, നല്ല പ്രാസംഗികനാക്കി മാറ്റിയ ഉയരത്തിലെ ശക്തിയെ മാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി എന്ത് ചെയ്തു? കേട്ടു. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ എന്ത് ചെയ്യും? പറന്ന് ഉയരും. ഹല്ലേലൂയ. അവൻ പത്രോസിനെ കുറിച്ച് എനിക്ക് പറയുവാൻ സന്തോഷമെന്തെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദം, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നന്നായി ഏറ്റെടുത്ത് ജീവിച്ചവനാണ് പത്രോസ്. തനിക്ക് അമ്മയുണ്ടായിരുന്നു. അതിനർത്ഥം തനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ മക്കളുണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവൻ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നവനായിരുന്നു. നമുക്കറിയാം, ജീവൻ പണയം വെച്ച ആഴിക്കടലിൽ മത്സ്യബന്ധനത്തിലേക്ക് കടന്നു പോകുന്നത് അല്ലെ. വെയിലൊരു തടസ്സമായിരുന്നില്ല, മഴയൊരു തടസ്സമായിരുന്നില്ല, കാറ്റൊരു തടസ്സമായിരുന്നില്ല. അയ്യോ, പോയാൽ തിരികെ വരാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് വീട്ടിനകത്ത് അലസനായി മടിയനായി ഇരിക്കുന്ന പത്രോസിനെയല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഴിക്കടലിലേക്ക് കടന്നുപോയി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പത്രോസിനെ കർത്താവ് കണ്ടു, അവനെ വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, അവൻ ആളുമാറി. പ്രൈസ് ദി ലോർഡ്. അവന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ എന്ത് ചെയ്യുക? സൗഖ്യമാക്കുകയാ. ആമേൻ. അവന്റെ ശബ്ദം കേൾക്കുന്നവർ ഹല്ലേലൂയ സൗഖ്യമാകുകയാ. അവന്റെ ശബ്ദം കേൾക്കുന്നവർ പാപബോധമുള്ളവരായി ആമേൻ മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാ. അവർ ദൈവസഭയുടെ അംഗങ്ങളായി മാറുകയാ. ഇതിനൊക്കെ ആമേൻ കാരണമായത് എന്താണെന്നറിയാമോ? പിതാവിനോട് കേട്ട വാഗ്ദത്തം ആമേൻ പുത്രൻ തമ്പുരാൻ ആമേൻ പത്രോസ് ഉൾപ്പെടെ ശിഷ്യന്മാരോട് അറിയിച്ചപ്പോൾ അവർ കാത്തിരുന്നു. വെയിറ്റ്. ഇവിടെ ആമേൻ അതേ മാളിക മുറിക്കകത്ത്. അവർ മാളിക മുറിക്കകത്ത് കാത്തിരുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയായിരുന്നില്ല. ഹല്ലേലൂയ. അവർ കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ. ഹല്ലേലൂയ. അതേ ലോകത്തിന്റെ അറ്റത്തോളം സഞ്ചരിക്കുവാൻ കഴിയുന്ന ദൈവശക്തിക്ക് വേണ്ടിയായിരുന്നു.
ഹല്ലേലൂയ. അപ്പോ അഭിഷേകം മുഖത്തെ തകർക്കുന്നതാകിയാൽ അവർ കാത്തിരുന്ന് പ്രാപിച്ച അഭിഷേകം അവരെ ഒരു മൂലയിൽ ഒതുക്കുവാൻ തക്കവണ്ണം അതേ മുഖമായി ഇരുന്നതിനെ എല്ലാം ഉടച്ച് തകർത്ത് അമ്മയെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അവന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ നല്ലൊരു എഴുത്തുകാരനായി മാറിയെന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. സഭയെ സ്നേഹിച്ച് കഴിഞ്ഞ കോട്ടേജ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതുപോലെ അവൻ പ്രേമലേഖനം എഴുതി. ഹല്ലേലൂയ. അല്ലെ, പത്രോസ് എഴുതിയ 1-2 ലേഖനങ്ങൾ അവൻ സഭയെ സ്നേഹിച്ചെഴുതിയതാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ തന്റെ ശിഷ്യനായി ആമേൻ വിളിച്ച് വേർതിരിച്ച അഭിഷക്തനിലൂടെ എഴുതി സഭയെ സ്നേഹിച്ചിട്ട് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. തന്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ, അത് വായിക്കുന്നവർ വ്യക്തിപരമായി ആരോട് അടുക്കണം? ദൈവത്തോട് അടുക്കണം. പത്രോസിനോട് അടുത്തത് കൊണ്ട് ആമേൻ കാര്യം ഒന്നുമില്ലാതെയില്ല. എന്താ കാര്യം? പത്രോസിനോട് അടുക്കുന്നവർക്ക് ആമേൻ ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്ന നല്ല നല്ല വചനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനെ ദൈവം ഭരമേൽപ്പിച്ചത് എന്തായിരുന്നു? തന്നോട് അടുത്തു വരുന്നവർക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പാപത്തെ കുറിച്ചുള്ള ബോധം വരുത്തി അവരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് പത്രോസിനെ ദൈവം ഫലമേൽപ്പിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ക്രൂശിച്ച നാസറനായ യേശുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഹല്ലേലൂയ യോവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അരുളി ചെയ്ത ദൈവവചനത്തിന്റെ നിവൃത്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തുവിനെ കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്ത അനുഗ്രഹീതനായ ഒരു അഭിഷിക്തനാണ് ആര്? പത്രോസ്. ഹല്ലേലൂയ. ഈ പത്രോസിനെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അവന്റെ സെക്യുലർ വിദ്യാഭ്യാസമായിരുന്നില്ല, അവന്റെ സാമ്പത്തിക ശേഷിയായിരുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുവാനായിട്ട് പോകുന്നത് പത്രോസ് ഉൾപ്പെടെ 120 പേര് മാളികമുറിക്കകത്ത് കാത്തിരുന്ന ആ പ്രാപിച്ച ഉയരത്തിലെ ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നോ ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അപ്പോ ശരീരത്തിനകത്ത് എന്തോ അസ്വസ്ഥത ആമേൻ അനുഭവിച്ചുകൊണ്ട് വീട്ടിനകത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാതെ അസ്വസ്ഥതയായിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തി ആമേൻ ക്ഷണത്തിൽ എന്ത് ചെയ്തു? അവളുടെ രക്തസ്രാവം നിന്നു. സ്തോത്രം. രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൽപ്പാത്തിക്ക് അടുത്ത്, പാലക്കാടുള്ള കൽപ്പാത്തിക്ക് അടുത്ത് ആമേൻ കോഴിക്കോട് ബൈപ്പാസ് റോഡില് ഒരു കലിങ്ങിന്റെ മേളില് ആമേൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരനായ ഒരു മനുഷ്യൻ ആമേൻ ഇരുളിന്റെ മറവിൽ ഇരുന്നു. സ്തോത്രം. രാത്രി സമയത്ത് എങ്ങനെയോ അബദ്ധവശാലോ ഇനി മറ്റ് എന്താ സംഭവിച്ചെന്നറിയില്ല, അദ്ദേഹം ആ കലിങ്കിൽ നിന്ന് ആ ഡിച്ചിലേക്ക് മറിഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ തല പൊട്ടി രക്തം വാർന്നൊഴുകി. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹം നിലവിളിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ അദ്ദേഹം സഹായത്തിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ആരെങ്കിലും അതുവഴി ഒന്ന് വന്ന് എന്നെ രക്ഷിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം ആരെയൊക്കെയോ കാത്തിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ ആരും കണ്ടില്ല. അടുത്ത ദിവസം നേരം പുലർന്നു.
സൂര്യന്റെ വെളിച്ചം പ്രകൃതിയെ മനോഹരമാക്കി. അടുത്ത പകലിൽ അതുവഴി സഞ്ചരിച്ച ചില ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന ആ ബോഡിയെ, അല്ലെങ്കിൽ ജീവൻ പോയി കിടക്കുന്ന ആ ശരീരത്തെ കണ്ടു. പോലീസ് അധികാരികളെ വിവരം അറിയിച്ചു. അവര് വന്ന് അതെടുത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്ത് ചെയ്തു? മറച്ചു. ഹല്ലേലൂയ. അപ്പൊ രക്തത്തിലാണ് ജീവൻ. നമുക്കറിയാം, ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന, രക്തം സ്രാവക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീ, താഴോട്ട് വായിക്കാം. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അപ്പോ ശരീരത്തിനകത്ത് അറിയത്തക്ക വിധത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായത്, രണ്ട്, അവളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവളെ വിട്ടുമാറി. എന്തുമാറി? ബാധ വിടാതെ കണ്ട് അവളെ അസമാധാനത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബാധ അവളെ വിട്ടെന്ത് ചെയ്തു? മാറി. അപ്പൊ അവളുടെ ശരീരത്തിലാണ് അസ്വസ്ഥത, അല്ലേ? കാലിൽ ചൊറിഞ്ഞു പൊട്ടുകയാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതോ ഭാഗത്ത് അസ്വസ്ഥതയാണ്. അത് നിമിത്തം മനസ്സിന് എന്താണ്? ഭാരമാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ ക്ഷണത്തിൽ എന്ത് ചെയ്തു? സ്വസ്ഥതയാകുക. അതവളുടെ ശരീരത്തിൽ അറിയുകയാണ്. ഹല്ലേലൂയ. വായിക്കാം. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ ഈ കാത്തിരിക്കുന്ന വ്യക്തി എന്തിനു വേണ്ടി കാത്തിരുന്നു? എത്ര നാള് കാത്തിരുന്നു? ഹല്ലേലൂയ. ഈ സ്ത്രീ യേശുവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി, അല്ലെ? യേശുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ കൂടി, അല്ലെ? എങ്കിൽ നിന്നൊരു ശക്തി എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. അപ്പോ യേശുവിന്റെ വസ്ത്രത്തെ തൊടുവാൻ ഒരു വ്യക്തി മുന്നോട്ട് വരികയാണ്. ആ വ്യക്തി ആരാണ്? ഈ സ്ത്രീയാണ്. അപ്പൊ എന്തിനു വേണ്ടി ആയിരിക്കാം ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊട്ടത്? നാളുകളായിട്ട് അവൾ അസ്വസ്ഥതയായി കഴിയുന്നവള് അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ അവൾ പലരെയും പരിചയപ്പെട്ടു, പല കാര്യങ്ങൾ ചെയ്തു. അതൊന്നും സക്സസ് ആയില്ല. അതൊന്നും അവൾക്ക് പരിഹാരമായില്ല. ഇന്ന് പകൽ ഏതോ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഒരുപക്ഷെ ഭവനത്തിന്റെ പണി ആരംഭിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. തടസ്സമായി എന്തൊക്കെയോ തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ മറികടക്കാൻ പലരെയും കണ്ടു, പലയിടത്തും പോയി, പലതും ചെയ്തു നോക്കി. ഇന്നും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ കിടക്കുന്നത് നിമിത്തം നീ അസ്വസ്ഥത അനുഭവിക്കുന്നുവെങ്കിൽ ആ ഭവനത്തിന്റെ പണിയെ പൂർത്തീകരിക്കാൻ, അതിനകത്ത് സമാധാനത്തോടെ കിടന്നിറങ്ങുവാൻ കഴിയത്തക്ക വിധത്തിൽ നിന്റെ തടസ്സങ്ങളെ മാറ്റി, അതെ, നിന്റെ ഭവനത്തിന്റെ പണിയെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്ന കരുണാമയനായ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിനക്കുണ്ടെങ്കിൽ നിന്റെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. ഒരു തലമുറയ്ക്ക് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നത്? തലമുറ ഉണ്ടാകാത്തത് കൊണ്ട് പലയിടങ്ങളിൽ നീ പോയി, പലരെയും കണ്ടു നോക്കി, പലതും ചെയ്തു നോക്കി. ഇന്നും നിനക്ക് തലമുറയെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം നിനക്ക് തലമുറയെ നൽകുവാൻ ശക്തനാണെന്ന് എന്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന തലമുറയെ പുറത്ത് കാണണമെന്ന് ആഗ്രഹിച്ച പലർക്കും അത് കഴിയാതെ പോയി. എത്രയോ ആമേൻ, അതേ ഡെലിവറി സമയത്ത് ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ തലമുറ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പേര് ഇന്നും കണ്ണുനീരും ദുഃഖവും പേര് കഴിയുന്നു. അങ്ങനെയുള്ള കാലയളവിൽ തലമുറയെ സുരക്ഷിതമായി, അതേ മാതാവിനെ സുരക്ഷിതമായി പരിപാലിക്കുവാൻ ശക്തരായ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നീ നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ദൈവം ധാരമായി നൽകിയ ജീവിത പങ്കാളിയെ, തലമുറയെ സുരക്ഷിതമായി കാക്കുവാൻ പരിപാലിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ അസ്വസ്ഥത പേറി കഴിയുന്ന ആമേൻ രക്തസ്രാവക്കാരിയായ സ്ത്രീ, ഹല്ലേലൂയ, അതേ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ എന്ത് ചെയ്തു? തൊട്ടു. ഈ തൊട്ടത് കുടുംബക്കാരറിഞ്ഞില്ല, ചുറ്റും നിൽക്കുന്ന ആരും അറിഞ്ഞില്ല. പക്ഷേ ആവശ്യഭാരത്തോടുകൂടെ ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടത് ആരറിഞ്ഞു? യേശു അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൾ എന്തിനു വേണ്ടിയാണ് ഓടിയത്? അവൾ എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടത്? വായിച്ചേ. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന്, അവൾക്ക് സംഭവിച്ചത് അവൾ അറിഞ്ഞിട്ട് ഭയപ്പെട്ട് ചുറ്റും ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവന്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. കണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കുറച്ച് മുകളിൽ നിന്ന് വായിച്ചു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്നും സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന. നോക്കിക്കേ, സ്തോത്രം. ഈ സ്ത്രീയെ കുറിച്ച് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതിൽ നിന്ന് ഇന്ന് പകൽ പുതുമയേറിയ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ കർത്താവ് ആമേൻ ആഗ്രഹിക്കുകയാണ്. 12 വർഷമായി അവൾക്ക് രക്തം നഷ്ടമായി കൊണ്ടിരിക്കും. എത്ര വർഷം? ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, ഒരു രാത്രി അല്പസമയം ആരും കാണാതെ കലിങ്കിൽ നിന്ന് ഡിച്ചിലേക്ക് വീണ് തല പൊട്ടി രക്തം വാർന്നൊഴുകിയ മനുഷ്യന്റെ രീതി മരണപ്പെട്ടുപോയി. പന്ത്രണ്ട് മണിക്കൂർ എടുത്തില്ല, ചില മണിക്കൂറുകൾ ആരും കാണാതായതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ ആ ബ്ലഡ് ഒഴുകും. അത് പെട്ടെന്ന് തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ മരണപ്പെടും, ഇല്ലേ? മൃഗങ്ങളെയൊക്കെ അറുത്ത് ഭക്ഷിക്കുന്ന സമയത്ത് അതിന്റെ കഴുത്തറുത്ത് ബ്ലഡ് കളയുമ്പോൾ അത് എന്ത് ചെയ്യും? മരണപ്പെടും. നിമിഷങ്ങൾ കൊണ്ടല്ലേ? നമ്മൾ കോഴി വാങ്ങാനൊക്കെ ചെല്ലുമ്പോ മിനിറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാം? ബ്ലഡിലാണ് ജീവൻ. ഓക്കെ. അപ്പോ 12 വർഷമായിട്ട് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ. ഹല്ലേലൂയ. അത് മാത്രമല്ല, അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുക, അവൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന്റെ ഇടയിൽ അവൾ അവളുടെ കയ്യിലെ പണവുമായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന അനവധി നിരവധി ഡോക്ടർമാരെ, വൈദ്യന്മാരെ പോയി എന്ത് ചെയ്തു? പല വൈദ്യന്മാരാലും ഏറിയെന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നു. ആമേൻ. ഈ നല്ല ദാഹമുള്ള സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. നമ്മൾ ഓടിച്ചെന്നെടുത്ത് കുടിക്കുന്നത് കാഞ്ഞരം കലക്കി വെള്ളമാണെങ്കിലോ കുടിക്കോ? കയ്പുള്ള വെള്ളം
കുടിക്കോ? അപ്പോ വളരെ പ്രതീക്ഷയോടെ ഓരോ വൈദ്യന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അവൾക്ക് ലഭിച്ച ഗുളിക എങ്ങനെയുള്ള ഗുളികയായിരുന്നു അറിയാമോ? കയ്പുള്ള ഗുളിക. ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന മധുരമുള്ള ഗുളികയാണ് കിട്ടുന്നത്. കയ്പുള്ള ഗുളിക. അത് മക്കൾക്ക് ഇഷ്ടമാവും. എത്ര കയ്പുള്ള ഗുളിക കഴിച്ചിട്ട് ഭേദമാകാത്ത കാലുവേദന. അപ്പോ ഏറ്റവും കയ്പുള്ള ഗുളിക ഏതാന്ന് ചോദിച്ചാ വിഷയത്തിന് മറുപടിക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഹലോ, ഇത് കഴിക്കും തോറും വേദന ശമിക്കും എന്നോർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പക്ഷെ കഴിക്കുന്നത് കയ്പ. കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ കയ്പുള്ള ഗുളികയാണ്. പിടികിട്ടുന്നുണ്ടോ? എന്റെ വിഷയത്തിന് മറുപടി കാണുമ്പോളം ഞാൻ എന്ത് ചെയ്യണം? രാവിലെ കാത്തിരിക്കണം. അത് കയ്പുള്ള ഗുളികയായിട്ട് അങ്ങ് ഇറക്കണം. മറുപടി കണ്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ഹലോ, മറുപടി കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? കയ്പ, മധുരമല്ലെന്ന്. ആയുർവേദ ഗുളിക മാത്രമല്ല കയ്പ്. നിങ്ങള് പാരാസെറ്റമോൾ എടുത്തിട്ട് വെള്ളത്തിൽ കൂട്ടി വിഴുങ്ങാതെ നിങ്ങൾ അതൊന്ന് പൊടിച്ച് വായി വെച്ച് നോക്കി, മധുരമായിരിക്കും. എന്തുവാ? അപ്പൊ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബെഡ് റെസ്റ്റ് എടുക്കണം. അതാ കാത്തിരിപ്പ്. ഹലോ, പനി പിടിക്കുന്ന ആള് പാരസെറ്റമോൾ കഴിച്ചോടനെ റബ്ബർ പന്ത് തെറിക്കുന്ന പോലെ തെറിച്ചോടുവോ? മരുന്ന് കഴിച്ചിട്ട് അനങ്ങാതെ പുതപ്പ് മൂടി എന്ത് ചെയ്യണം? ഏത് അസുഖത്തിനും ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവര് ഗുളിക തന്നിട്ട് പറയും ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യണം? അപ്പോ രക്തസ്രാവക്കാരിയായ സ്ത്രീ നാട്ടിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ അടുത്തെല്ലാം ചെന്നപ്പോ അവര് കുറിച്ചു കൊടുത്ത ഗുളികയെല്ലാം കയ്പായിരുന്നു. ഹലോ, ഈ കയ്പുള്ള ഗുളിക കഴിച്ചിട്ട് എന്ത് ചെയ്യാം? ഡോക്ടർ പറഞ്ഞ കാത്തിരിക്കും അല്ലേ? ബസ്സേ കയറരുത്, ഓടരുത്, ചാടരുത് എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഹലോ, ഭർത്താവ് പറയാ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് അങ്ങനൊന്നും. ഹലോ, അപ്പൊ 12 വർഷം രക്തം വാർന്നൊഴുകിയ സ്ത്രീ വൈദ്യന്മാരെടുത്ത് പോയി കിട്ടിയ ഗുളികയെ കഴിച്ചെന്ത് ചെയ്യാ? കാത്തിരിക്കുകയാ. പക്ഷേ ആ കാത്തിരിപ്പിന് വിരാമമില്ല. ആ കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് മറുപടി ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ഡോക്ടറെ കാണാൻ എന്ത് ചെയ്യില്ലായിരുന്നു അല്ലേ? ഇന്ന് പലരും ഡോക്ടർമാരെ വിട്ട് പാസ്റ്റർമാരെ തേടി നടക്കുക. കുറെ കാലം ഈ പാസ്റ്റർ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ പാസ്റ്റർ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ സഭ അല്ലേ? അപ്പൊ രക്തസ്രാവക്കാരിക്ക് കാര്യം പിടികിട്ടി. എന്റെ കയ്യിൽ പണമുണ്ടപ്പോ ഞാൻ ചെന്നാൽ അവർക്ക് കാര്യമുണ്ട്. പണമെല്ലാം തീർന്നു, ഇനി എനിക്ക് ആരുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ആര് വരുന്നത്? യേശു വരുന്നത്. യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. അവളുടെ കയ്യിൽ പണമില്ല, 12 വർഷം പിന്നിട്ടു. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ടതും അവൾക്കില്ലാത്ത ഒരു എനർജി അവളുടെ അകത്തേക്ക് വരാൻ തുടങ്ങി. ഓഹ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന വാക്കിനർത്ഥം രക്ഷിക്കുന്നവനെന്നാണ്. യേശു എന്ന വാക്കിനർത്ഥം വിടുവിക്കുന്നവനെന്നാണ്.
ഹല്ലേലൂയ. അപ്പൊ നീ യേശുവിനെ കുറിച്ച് ഈ വേദനയിൽ, ഈ കഷ്ടതയിൽ, ഈ പ്രതികൂലത്തിൽ നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി കാണാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ ആകാം, ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ ആകാം, ഒരുപക്ഷെ ഏതോ കൺവെൻഷനിലൂടെ ആകാം, ഒരുപക്ഷെ പരിസയോഗത്തിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ ട്രാക്റ്റിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ യൂട്യൂബിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നേരിട്ടായിരിക്കാം. നീ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോ നീ ഏതോ വിഷയത്തിന് മറുപടി കാണാതെ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ക്ഷീണത്തെ മറികടക്കുവാൻ, നിന്റെ കാത്തിരിപ്പിന് മറുപടി നൽകുവാൻ, നിന്റെ കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ, നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ അതേ ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെ, അധോലോകരുടെ, ഭൂലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും. ഹല്ലേലൂയ. നിന്നെ ഒരു സർക്കിളിനകത്ത് ഒതുക്കി തീർക്കാൻ വാദികെട്ടി പിന്തുടരുന്ന പൈശാചിക മേഖലകളെ പൊളിച്ച് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി നിന്നെ ചേർത്ത് നിർത്തി മാനിപ്പാൻ ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവ്, പിതാവ്, കൂടപ്പറപ്പേ, നിന്നെ മുമ്പോട്ട് വിടാതെ, നിന്നെ പാത പോലെ പിന്തുടർന്ന് അസ്വസ്ഥപ്പെടുത്തി ഭവനത്തിനകത്ത് ക്ഷീണിതയാക്കി ഇരുത്തിയിരിക്കുന്ന മേഖലക്കകത്ത് നിന്ന് നിന്നെ സൗഖ്യം നൽകി മുൻപോട്ട് നയിക്കുവാൻ ശക്തിയുള്ള നാമം യേശുവിന്റെ നാമം. ഇന്ന് പകൽ ആ നാമത്തെ കുറിച്ച് നീ കേൾക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന് നിന്നെ ക്ഷീണം മാറ്റി നിന്നെ ബലത്തോടെ സമാധാനത്തോടെ പറഞ്ഞേക്കുവാൻ ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise Jesus. ഈ നാമത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വർഷമായിട്ട് ക്ഷീണിതയായി അവളെ ബാധ പിന്തുടർന്ന, ആ ബാധ ഒഴിച്ച് അവളെ സ്വസ്ഥമാക്കിയ യേശുവിന്റെ നാമം. Praise the Lord. ഹല്ലേലൂയ. വായിച്ചേ. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. കേട്ടോ, അവൾ കേട്ടത് ആരെ കുറിച്ചാ? ഓ, യേശുവിനെ കുറിച്ചാ. യേശുവിനെ കുറിച്ചാ നീ കേൾക്കുന്നത്. യേശുവിനെ കുറിച്ചാണോ? യേശുവിന്റെ വചനമാണോ? ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിങ്കിൽ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. നിന്റെ ബാധയിൽ നിന്ന് പിന്തിരിപ്പാൻ കഴിയുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമമാണ്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല രക്ഷ പ്രാപിപ്പാൻ. ഇന്ന് പകൽ സഹോദര, നീ ആവർത്തിച്ച് കേൾക്കുന്നത് യേശുവിന്റെ നാമമാണെങ്കിൽ ആ നാമത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആ നാമമാണ് സീറോയായ എന്നെ ഹീറോയാക്കി മാറ്റിയത്. ഹല്ലേലൂയ. യേശു എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണേ. യേശു എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാനൊരു സീറോയാണ്. നിന്നെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ് യേശുവിന്റെ നാമം. ആമേൻ. രക്തസ്രാവക്കാരിയായ സ്ത്രീ, ആമേൻ, അർത്ഥശൂന്യമായി അവൾ തീർന്നുകൊണ്ടിരിക്കുകയാ. എപ്പോ വേണമെങ്കിലും അവൾ തീരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വീട്ടിനകത്ത് രക്തം വാർന്നൊഴുകി. ഒരു ദിവസം അയൽവക്കക്കാര് അന്വേഷിക്കുമ്പോൾ അവൾ ഇതാ തീർന്നു. എങ്ങനെ തീർന്നേ? ബാധയ്ക്കകത്ത് സമാധാനമില്ലാത്തവളായി തീർന്നു. ആമേൻ. വീട്ടിനകത്ത് സമാധാനമില്ലാതെ അറ്റാക്ക് വന്നു തീർന്നു ഇല്ല. അങ്ങനെ തീരാൻ ദൈവം അനുവദിക്കുന്നില്ല. ജീവിതത്തിന്റെ ആമേൻ ഏതോ ഘട്ടങ്ങളിൽ ആമേൻ തീർന്നു വന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിന്റെ കാതിൽ യേശുവിനെ കുറിച്ച് നീ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആരോ സമ്മർദ്ദം ചൊലുത്തി. നോക്കണേ, ആമേൻ. അവിടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പലരും കണ്ടായിരുന്നു ഇല്ലേ? കാരണം ഹോസ്പിറ്റലിൽ ചെന്നാൽ കൂടെ ആളില്ലെങ്കിൽ എന്ത് ചെയ്തില്ല. പക്ഷെ യേശുവിന്റെ അടുത്ത് വരുമ്പോ നിന്റെ കൂടെ ആരില്ലെങ്കിലും യേശു നിന്നെ സ്വീകരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആ കരം ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ നീ എത്ര വലിയ രോഗിയായാൽ, നീ എത്ര വലിയ പ്രശ്നത്തിലുള്ള വ്യക്തിയായാലും നീ ഒറ്റയ്ക്ക് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. 12 വർഷമായിട്ട് അവൾ കാത്തിരിക്കുന്നു.
ആരും വിഴുങ്ങുവാൻ ആഗ്രഹിക്കാത്ത കയ്പുള്ള ഒരു ഗുളികയാണ് കാത്തിരിക്കുന്നത്. ആമേൻ. അവൾക്കുണ്ടായിരുന്നതെല്ലാം അവൾ ചെലവഴിച്ചു. അവൾ ഒരുപക്ഷെ ധനികയായിരുന്നിരിക്കാം. ആമേൻ. അല്ലേ? വൈദ്യന്മാർക്കൊക്കെ അവളുടെ കാശ് മുഴുവൻ കൊടുക്കണമെങ്കിൽ, അവൾക്കുള്ള സ്വത്തൊക്കെ വിറ്റ് കൊടുക്കണമെങ്കിൽ അവൾക്ക് കാശുള്ളവൾ ആയിരിക്കണമല്ലോ, അല്ലേ? ഇപ്പൊ ധനികയായിരുന്നവള് അവളുടെ കാശ് കൊണ്ട് അവളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കിയിട്ട് നടന്നോ? കയ്യിലെ കാശ് കൊണ്ട് ഡോക്ടർമാരെ കണ്ട് ഗുളിക മേടിച്ച് കഴിച്ചിട്ട് അവൾക്ക് എന്ത് ചെയ്തില്ല? ഇപ്പൊ ചിലരുടെ ധാരണ കാശുണ്ടെങ്കിൽ പ്രശ്നം. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ കാശ് കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രശ്നമായിരുന്നില്ല അവളുടെ ശരീരത്തെ ബാധിച്ചിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ കണ്ടെത്തിയ ഡോക്ടറെ, ആ ഡോക്ടറെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ ഡോക്ടറെ അടുത്ത് പോയി. ഈ ഡോക്ടർ കുറിച്ചു കൊടുത്തതെല്ലാം കഴിച്ചു നോക്കിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അങ്ങനെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നിട്ടും അവളുടെ ശരീരത്തിലെ അസ്വസ്ഥത മാറുന്നില്ല, അവളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ആരെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുന്നത്? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം. ഹല്ലേലൂയ. യേശു, യേശു, യേശു. ഹല്ലേലൂയ. നീ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഇത് കേട്ട് പലർക്കും ഇത് ആരോചകമാണ്. പക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇത് വിടുതല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. അതെ, നിലനിൽക്കുന്ന പരിഹാരം അന്വേഷിച്ചാണ് അവൾ പോയത്. ഈ വൈദ്യന്മാരുടെ അടുത്തേക്കൊക്കെ അവൾ പോയത് എന്താഗ്രഹിച്ചാണ്? നിലനിൽക്കുന്ന സൗഖ്യം, നിലനിൽക്കുന്ന സമാധാനം. ആമേൻ. എന്നാൽ ഒന്നും ലഭിച്ചില്ല. ആമേൻ. അതേ, മാറ്റമില്ലാത്ത അവളുടെ ഈ അവസ്ഥ നിമിത്തം അവളുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും അവളെ ഒറ്റപ്പെടുത്തി. അല്ലേ? ചിലരങ്ങനല്ലേ? രോഗം മൂർച്ഛിച്ചു, ഇനി ഇവളെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് കണ്ട എല്ലാരും എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ. അതാണ് ലോകം. ആമേൻ. അങ്ങനെ ഓരോ ദിവസവും അവളുടെ അതരത്തിൽ ഒരു ചോദ്യവുമായി. ആമേൻ. ഒരുപക്ഷെ ആമേൻ, എന്തിനാ ഇങ്ങനെ ഇതിൽ പേർ ജീവിക്കാതിരിക്കുന്നത്? അവളെ ഡിപ്രഷനിലേക്ക്, അവളെ സൂയിസൈഡിലേക്ക് ആമേൻ എത്തിക്കത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് അവളെ എന്ത് ചെയ്യാൻ തുടങ്ങി? വിഴുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനായി നിങ്ങൾ എപ്പോഴെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യമായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ, തകർന്നുപോയ ബന്ധങ്ങളിൽ ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടിയായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക വേദനകളെ, അസ്വസ്ഥതയെ മറികടക്കുവാനായിട്ടായിരിക്കാം നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ, മാനസികമായി, ശാരീരികമായി, ഭൗതികമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ ക്ഷീണിച്ച് കാത്തിരുന്നിട്ട് അതേ മറുപടി കാണാതെ ഇന്നും അസ്വസ്ഥതയോടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുക. നിങ്ങൾ കാണേണ്ടവനെ കാണുവാൻ ഇതൊക്കെ ഒരു മുഖാന്തരമായി മാറുകയാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇതൊരു മുഖാന്തരമായി മാറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവളുടെ കാത്തിരിപ്പ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒരു ദിവസം ആമേൻ അവളിൽ പരിഹാരം കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ഒരു പ്രഭാതം, ഒരു ദിവസം അവൾക്ക് ദാനമായി ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. അവൻ ഇന്നലെ അവൾ കണ്ടുമുട്ടിയ ഒരു വൈദ്യനെ പോലായിരുന്നില്ല ആ കൂടിക്കാഴ്ച. ഇന്നലെ അവൾ പ്രതീക്ഷയോടെ പോയെടുത്ത് നിന്ന് അവൾ സമാധാനം പ്രാപിക്കുവാൻ കഴിയാതെ മടങ്ങി വന്നതുപോലെ ആയിരുന്നില്ല അന്നത്തെ പകൽ. ഹല്ലേലൂയ. എന്നാൽ ആ നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പിൽ അതേ പ്രതീക്ഷ അപ്പോഴും ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഉള്ളിൽ, ആമേൻ, ഹല്ലേലൂയ, എന്തോ ഒരു പ്രകാശം, ആമേൻ, അവൾ കാതിൽ കേൾക്കുന്നത് ആരെ കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്.
പലരെ സൗഖ്യമാക്കിയ, പലർക്കും കാത് തുറന്നു കൊടുത്ത, കണ്ണ് തുറന്നു കൊടുത്ത, ആമേൻ, പക്ഷപാതക്കാരനായ രോഗിയെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ അവളുടെ പണം കൊണ്ട് ചെലവഴിച്ച ഡോക്ടർമാരെ പോലെ, വൈദ്യന്മാരെ പോലെ അല്ല അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പണമല്ല യേശുവിന് ആവശ്യം. ആമേൻ. അത് ഹൃദയത്തിന്റെ സമർപ്പണമാണ്. ഹല്ലേലൂയ. ആമേൻ. അവൾക്കുണ്ടായി വീണ്ടും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും അന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാണ്, ഞാൻ ആമേൻ ഒരു പ്രാവശ്യം കൂടെ പരിശ്രമിക്കും. ഇന്നലകളിലെല്ലാം പരിശ്രമിച്ചത് പരാജയം. എന്നാൽ ഇന്ന് പകൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകരക്ഷകനായ യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകലൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രമിച്ചു, പരാജയപ്പെട്ടു. കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. എന്റെ പണം പോയി, എന്റെ ആരോഗ്യം പോയി. എന്നാൽ പണവും ആരോഗ്യവും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് എന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് എന്റെ കുടുംബക്കാർ, എന്റെ ദേശക്കാർ, എന്റെ കൂടെ നിന്നവരെല്ലാം മാറിപ്പോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കുകയാ. ഞാൻ ഈ പകലൊന്ന് ശ്രമിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ചിലരോട്, ആമേൻ, ഏതൊക്കെയോ മേഖലകളിൽ പരാജയപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ ആമേൻ ആയിരിക്കുന്നവരോട് ഇന്ന് പകൽ കർത്താവ് ഇടപെടുകയാണ്. ആമേൻ. ഈ പകൽ നീ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ വിടുവിപ്പാൻ ശക്തിയുള്ള, ഹല്ലേലൂയ, നിന്നെ സഹായിപ്പാൻ ശക്തിയുള്ള ആമേൻ യേശുവിനെ കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാണ്. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. വേഗം വായിച്ചു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. കേട്ടോ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആമേൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്. ആമേൻ. പ്രാർത്ഥന ദൈവവൈതലേ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുകയല്ല, പ്രതീക്ഷയെ ആമേൻ ഉത്തേജിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം പറയും തീർന്നു, ഇനി രക്ഷയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ആമേൻ. നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ആമേൻ പ്രത്യാശയുടെ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെയോ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് പകൽ യേശു നിന്നോട് പറയുകയാണ്, വായിച്ചാട്ട്, നിങ്ങൾ ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറുവാൻ ഇടയാകുന്നുവെങ്കിൽ. ഹല്ലേലൂയ. വായിച്ചാട്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ചിലർ പറയും, ഇനി ഞാൻ ആ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നില്ല, ഇനി ഞാൻ ആ മനുഷ്യനെ കാണാൻ പോകുന്നില്ല, ഞാൻ ഇനി ആ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഞാൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല. കാരണം നീ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് മാത്രമല്ല, നിന്നെ വിടാതെ കണ്ട് പിന്തുടരുന്ന ബാധ പോലെ നിന്നെ അസ്വസ്ഥപ്പെടുത്തി കൊണ്ടിരിക്കുന്ന, ആ ജോലി മേഖലയിൽ നിന്നെ അസ്വസ്ഥനാക്കുന്ന, ആ വീട്ടിനകത്ത് നിന്നെ അസ്വസ്ഥനാക്കുന്ന, നിന്റെ ഭർത്താവിന്റെ കൂടെ, നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ ആയിരിക്കുമ്പോ നിന്നെ അസ്വസ്ഥപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആ പൈശാചിക മേഖലയ്ക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തിയുള്ള നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ആ നാമം ഇന്ന് പകലിലും നിന്നെ വിടുവിപ്പാൻ ശക്തിയുള്ളത്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സർക്കിളുകൾ പൊട്ടി, ദുഷ്ടൻ വരച്ചിരിക്കുന്ന അതിരുകൾ മാറി ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ. നിന്നെ മടുപ്പിക്കുന്ന ഏതൊക്കെയോ ചില വിഷയങ്ങൾ നിന്നെ ഒതുക്കിയിരിക്കുന്നു. സഹോദര, സഹോദരി, കുഞ്ഞേ, മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നിന്നെ തിരിക്കുവാൻ 2024 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ഇന്ന് പകൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ, യേശു ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യേശു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അതെ, യേശു ഉപമയിലൂടെ പറയുകയാണ്, നിങ്ങളെ പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു, മറുപടി കാണാതെ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ഉപവസിക്കേണ്ട കാര്യമില്ല, ഇനി വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ആരോ നിന്റെ അകത്ത് പറഞ്ഞിട്ട് നിന്റെ പ്രാർത്ഥന നിർത്തി, നിന്റെ ഉപവാസം നിർത്തി, നിന്റെ വിശ്വാസം നീ വലിച്ചെറിഞ്ഞു.
ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്ന് മനം തിരിയുവാൻ നീ തയ്യാറാണോ? നീ മടങ്ങി വരുവാൻ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥനാ ജീവിതം ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിത് ബാലന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവം ഇന്ന് പകൽ നിന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതെ, ഒറ്റ രാത്രി കൊണ്ട് രാജാവ് എഴുതിയ രേഖ തിരുത്തി എഴുതുവാൻ ഇടയായി തീർന്നത് അതെ മടുത്തു പോകാതെ ഓ ദാനിയേൽ താൻ ചെയ്തു വന്നതുപോലെ ഓ പ്രാർത്ഥിച്ചതാണ് മുഖാന്തരമായി മാറിയത്. ഇന്ന് പകൽ നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, നീ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ചില വിഷയങ്ങൾക്ക് മറുപടി വേഗത്തിൽ സംഭവിക്കും. അതെ, ക്ഷണത്തിൽ ബാധ ഒഴിഞ്ഞ് സ്വന്തമായതുപോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത് മൂലം ചില ഭാരങ്ങൾ മാറും, ചില വേദനകൾ മാറും, ചില തടസ്സങ്ങൾ മാറും, ചില അതിരുകൾ പൊട്ടി വിശാലത ഉണ്ടാകും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രാർത്ഥനയാൽ അസാധ്യമായതൊന്നുമില്ല. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഓ സ്വർഗത്തിന്റെ കരം ചലിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ എന്ത് ചെയ്യും? ആ പ്രവർത്തിക്ക് മറുപടി കൊടുക്കുമെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, മടുത്തു പോകാതെ 12 വർഷം രക്തം വാർന്നൊഴുകിയ സ്ത്രീ ഓരോ ഡോക്ടർമാരുടെ അടുത്തും പ്രതീക്ഷയോടെ പോയി. ഓരോ ഡോക്ടർമാരെ കണ്ടിട്ടും അവള് മടങ്ങി വന്നിട്ട് അവളെ മടിപ്പിക്കുകയാണ്. ഇനി ഒരു ഡോക്ടർമാരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. കാരണം മറുപടി കാണാൻ കഴിയുന്നില്ല. ഒടുവിൽ അവൾ നിരാശപ്പെട്ട് വീട്ടിനകത്തിരിക്കുമ്പോൾ അവൻ ആരെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു? യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആമേൻ പ്രതികരിക്കുവാൻ നിങ്ങളെ സഹായിക്കേണ്ടതിന് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ആരോ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ഞങ്ങൾ ഉപവസിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി, ഓ ഞങ്ങളുടെ കാത്തിരിപ്പിന് നാളിതുവരെ എന്തില്ല, മറുപടി കാണുന്നില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, പാസ്പോർട്ട് എടുത്തു, വിസ എടുത്തു, ആമേൻ ആ എയർപോർട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴാ പാസ്പോർട്ട് വീട്ടിലിരിക്കുക, വിസ അലമാരിക്കാത്തിരിക്കുക. നീ എയർപോർട്ടിൽ ചെന്നത് വെറുതെയാ. ആമേൻ. നീ അവിടെ പോയി കാത്തിരിക്കുന്നത് വെറുതെയാ. നീ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ യാത്രയ്ക്ക് എടുക്കേണ്ടത് എന്ത് ചെയ്യണം? ഓടിച്ചെന്ന പാസ്പോർട്ട് കിട്ടത്തില്ല, ഓടിച്ചെന്ന വിസ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ആമേൻ. നമുക്ക് ട്രെയിനിൽ കയറണമെങ്കിൽ ഒരുപക്ഷെ ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ബസ്സിൽ കയറണമെങ്കിൽ ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്യാം? അല്ലേ? ബസ്സിൽ കയറി യാത്ര തുടങ്ങി കുറെ കഴിഞ്ഞ് ടിക്കറ്റ് എടുത്താലും മതി. പക്ഷേ കരയിൽ നിന്നും
വായുമാർഗത്തിലേക്ക് പോകുന്ന ഒരു പ്ലെയിനിൽ കയറണമെങ്കിൽ, ഹല്ലേലൂയ, നീ ജനിച്ച ഭൂമിയിൽ നിന്ന്, നീ കളിച്ച ഭൂമിയിൽ നിന്ന്, നീ ഓടിയ ഭൂമിയിൽ നിന്ന്, നീ വീണ എഴുന്നേറ്റ ഭൂമിയിൽ നിന്ന് പൊങ്ങണമെങ്കിൽ, ഹല്ലേലൂയ, ഓട്ടത്തിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചെന്നാൽ ടിക്കറ്റ് എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. ആമേൻ. നീ നേരത്തെ എടുത്ത ടിക്കറ്റ്, നീ നേരത്തെ അപേക്ഷിച്ച് നിനക്ക് കിട്ടിയ പാസ്പോർട്ട്, ആമേൻ, നിനക്ക് കിട്ടിയ വിസ, ഇതെല്ലാം എടുത്ത് ആമേൻ നിനക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കയറി ചെന്ന് ഓടിക്കയറാൻ ഒക്കത്തില്ല. അവിടെ ചെന്ന് നീ നിൽക്കേണ്ടടുത്ത് നിന്ന് ചില അധികാരികളുടെ മുമ്പിൽ നിന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റും നിന്റെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടും നിന്റെ കയ്യിലിരിക്കുന്ന വിസയും കൊടുത്തിട്ട് അവരതിനകത്ത് സൈൻ ചെയ്ത് അകത്തേക്ക് കയറ്റിയിട്ട് നീ കൊണ്ടുപോയ ലഗേജും നീ കെട്ടിയ വാച്ചും നീ കെട്ടിയ ബെൽറ്റും നീ ഇട്ട ഡ്രസ്സും ഒക്കെ പരിശോധിച്ച് നിനക്ക് അതെ ബോർഡിംഗ് പാസ് കിട്ടി. ആമേൻ. നിന്നെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് ആമേൻ നിനക്ക് തന്നിരിക്കുന്ന റൂമിനകത്ത് ആമേൻ നീ നിശ്ചിത സമയം കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ആമേൻ നിനക്ക് കയറാനുള്ള പ്ലെയിൻ വന്ന് അതിനകത്ത് കയറി ആമേൻ സീറ്റ് ബെൽറ്റ് ഇട്ട് കരയിൽ നിന്ന് ബന്ധം വിട്ട് ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങുന്ന ആ വിമാനത്തിനകത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു വ്യക്തി എന്തെല്ലാം മേഖലകളിലൂടെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകണം? അതിന് തയ്യാറാകാത്ത വ്യക്തിക്ക് ആമേൻ കാത്തിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആമേൻ. അതെ, വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തി, ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആ മേഖലകളിലൂടെ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നടക്കത്തുള്ളൂ, പോകത്തുള്ളൂ. കരയിൽ നിന്ന് വായുമാർഗം സഞ്ചരിക്കണോ? ഹല്ലേലൂയ. അപ്പോ ആരോ പറയുന്നു ഇത് ആമേൻ വായുമാർഗം സഞ്ചരിക്കുന്ന പ്ലെയിനിൽ കയറാൻ ഇങ്ങനൊന്നും വേണ്ടെന്ന്. എങ്ങനെ വേണ്ട? പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കോ കണ്ണൂരിൽ നിന്ന് ബോംബെയിലേക്കോ കയറണമെങ്കിൽ കേരളത്തിൽ നിന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വേണോ? വേണ്ട. പക്ഷേ 7 കടലിനപ്പുറം അല്ലെ വിദേശ രാജ്യത്തേക്ക് നിനക്ക് പോകണമെങ്കിൽ നിനക്കിത് ആവശ്യമാണ് അല്ലേ? അപ്പൊ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട ഈ സ്ത്രീക്ക് എന്തൊക്കെ വേണമായിരുന്നു? പാസ്പോർട്ട് വേണമായിരുന്നു, ടിക്കറ്റ് വേണമായിരുന്നു, കാശ് വേണമായിരുന്നു. ഒറ്റ കാര്യം മാത്രം, ദൈവത്തിനുള്ള അചഞ്ചലമായ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം അല്ലെ വാതിലുകൾ തുറക്കും. ആമേൻ. വിദേശ രാജ്യത്തേക്കുള്ള വാതിലുകൾ എന്ത് ചെയ്യും? തുറക്കും. സ്തോത്രം. അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളെ സാധ്യമാക്കുന്നവനാണ് ആര്? യേശു. ആമേൻ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാ. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത് എങ്ങനെയെന്നോ എപ്പോഴെന്നോ നാം അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ തന്നെ അവങ്കലേക്ക് ചെല്ലുവാനുള്ള തീരുമാനം നമുക്ക് തുടർമാനമായി എടുക്കാം. ഹല്ലേലൂയ. സൗഖ്യത്തിനുള്ള ആമേൻ ആഗ്രഹങ്ങളുടെ പുനഃസ്ഥാപനത്തിനും വിടുതലിനായുള്ള ദൈവത്തിന്റെ ശക്തിയിൽ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, പകരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെയും പിശാച് കൊണ്ടുവരുന്ന സകല കുറുക്കുവഴികളെയും ആമേൻ ചാമ്പലാക്കുവാൻ ഈ സമയം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കണ്ട് ഇവരെ കണ്ട് അവരോട് ചോദിച്ച് ഇവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ കൊടുക്കാം. അതൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യും? കൈയൊഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് കുറുക്കു വഴിയിലൂടെ പോകാതെ നേരെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിനുള്ള സൗഖ്യം പ്രാപിപ്പാൻ
ദൈവം ഒരുക്കുന്ന നല്ല മുഖാന്തരങ്ങൾക്കായി സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. അതെ, ദൈവത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ ക്ഷീണിതയാണെന്ന്, എന്റെ കയ്യിൽ പണമില്ലെന്ന്, ഞാൻ ബലഹീനയാണെന്ന് ആർക്കറിയാം? ഞാൻ ഓടുന്നത് അവൻ കാണുന്നുണ്ട്, ഞാൻ ബന്ധപ്പെടുന്നത് അവൻ കാണുന്നുണ്ട്, ഞാൻ തൊടുന്നത് അവൻ കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് അതറിയുന്നില്ല. അതല്ലേ ചോദിച്ചത്, ഇത്ര പേരുള്ളതിന്റെ ഇടയ്ക്ക് നിന്നെ തൊട്ടത് ആരാന്ന് ചോദിക്കുന്നതിൽ എന്തില്ല, പ്രസക്തിയൊന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് ആവശ്യക്കാരി എന്നെ തൊട്ടിട്ടുണ്ട്. ലോകത്തിൽ ഒത്തിരി പേർ പ്രശ്നത്തിലൂടെ പോകുന്നുണ്ട്, ലോകത്തിൽ ഒത്തിരി പേർ ആവശ്യത്തോടെ ആയിരിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ ഒരാളല്ല നീ. ആമേൻ. സൂപ്പർ നാച്ചുറൽ ആമേൻ വ്യക്തിയായി മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയം നഷ്ടപ്പെടുത്താതെ, അവരെ ചിന്തിച്ച് ഇവരെ ചിന്തിച്ച് അവരങ്ങനെ ഇവരിങ്ങനെ എന്നോ ചിന്തിച്ച് സമയം പോകാതെ, നിന്നെ നന്നായി അറിയുന്ന യേശുവിലേക്ക്, ഹല്ലേലൂയ, ആമേൻ, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഉപവസിക്കുക, വീണ്ടും ആരാധിക്കുക, ആമേൻ, വീണ്ടും കൊടുക്കുക, വീണ്ടും കർത്താവിലേക്ക് ചെല്ലുക. അപ്പോൾ നിങ്ങൾ ഒടുവിൽ ചിരിക്കുമെന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് നിങ്ങൾ കരയുന്നവരാണോ? ഇന്ന് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നവരാണോ? ഇന്ന് നിങ്ങൾ ഏതൊക്കെയോ വിഷയത്തിനകത്ത് തകർന്നിരിക്കുന്നവരാണോ? എല്ലാ കണ്ണുകളും അടച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപിതാവേ, ഇന്ന് പകൽ അവിടുത്തെ കൃപാധികമായി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾ ക്ഷീണിതരാണ്, ഞങ്ങൾ പരിമിതിയുള്ളവരാണ്, ഞങ്ങൾ ദുഃഖിതരാണ്. ഞങ്ങൾ പലരെയും കണ്ടു നോക്കി, ഞങ്ങൾ പലരെയും ആശ്രയിച്ചു നോക്കി. വചനം പറയുന്നു, ഞങ്ങൾ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു, അതെല്ലാം പരാജയമായിരുന്നു. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. പല ഡോക്ടർമാരെ ആശ്രയിച്ചിട്ട് മറുപടി കാണാതെ ക്ഷീണിതയായിരുന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടിട്ട് യേശുവിനെ അവൾ ആശ്രയിച്ചു. അതുവരെ അവൾ കൊണ്ടു നടന്ന അസ്വസ്ഥത ക്ഷണത്തിൽ അവളെ വിട്ടുപോയി. ഇന്ന് പകൽ പ്രിയരെ, അങ്ങയിൽ മാത്രം കേന്ദ്രീകരിച്ച്, അങ്ങയിൽ മാത്രം വിശ്വസിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണം. എല്ലാ കണ്ണുകളും അടച്ചാണ്. രോഗിയാണ്, മരുന്ന് മാറി മാറി കഴിച്ചിട്ടും രോഗം മാറുന്നില്ലേ? ഓ, നിന്റെ കുടുംബ പ്രശ്നം, ഓ, നിന്റെ ബുദ്ധി കൊണ്ട് നീ പരിഹരിക്കുവാൻ നീ നോക്കി, നീ ആരോടൊക്കെയോ പറഞ്ഞു നോക്കി. ആമേൻ. കുടുംബം എന്ന വ്യവസ്ഥ ഭൂമിയിൽ സ്ഥാപിച്ചത് ദൈവമാകയാൽ ആ കുടുംബ പ്രശ്നവുമായി നീ കുടുംബ കോടതിയിൽ എത്തിയിട്ടും പരിഹരിക്കപ്പെടാതെ ഡിവേഴ്സായി ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ഓ ജീവിതം തള്ളി നീക്കുന്ന അവസ്ഥയാണോ? ഓ, കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമാക്കി മാറ്റുന്ന ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നിന്നെ നയിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭാവി ധന്യമായി തീരും, നിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടും, നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടും, നിന്റെ തലമുറയുടെ ഭാവി ധന്യമാകും, നിന്റെ വിവാഹം നടക്കും, നിനക്ക് തലമുറയുണ്ടാകും. ഓ, ഇന്ന് അകന്നു പോയ ഭർത്താവ് ചേർന്ന് വരും, ഇന്ന് അകന്നു പോയ ഭാര്യ ചേർന്ന് വരും. ഉദരത്തിൽ വളരുന്ന തലമുറ സുരക്ഷിതമായി വളരും, ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം തരും. ഓ, വാങ്ങി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തനും വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ. നല്ല ഭക്തമുള്ള നാമം, ഓ ശ്രീയേശു നാമം,
നാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. എന്നിൽ നിന്നും നീക്കാം എന്നിൽ കഴിഞ്ഞ നാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം എന്നിൽ കഴിഞ്ഞ നാമം. ഉന്നതന്റെ വന്യനാമം, ഓ അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റും ഉന്നതന്റെ വന്യനാമം, യേശുനാമം അതിശയ. എല്ലാവർക്കും എഴുന്നേൽക്കാൻ ദൈവസന്നിധി. ഓ നാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ബാധികർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, ഭൂതബാധികർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. വാനഭൂമിയേവം പാതാളമൊഴുകും വണങ്ങും നാമം, വാനഭൂമിയേവം പാതാളമൊഴുകും വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ലഭിച്ച നാമം, വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ലഭിച്ച നാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം, അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്യനാമം, അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റുന്ന ഉന്നതന്റെ വന്യനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. നീതിയോടെ രാജ്യം ഭൂമിൽ വേഗവും വരുന്ന നാമം, നീതിയുടെ രാജ്യം ഭൂമിൽ വേഗം വരുന്ന നാമം, നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവി സിംഹാസനത്തിൽ വാഴും നാമം, നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവി സിംഹാസനത്തിൽ വാഴും നാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, യേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം, അന്യനെന്ന മേലെടുത്ത് എന്നെ
എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം. അന്യരെന്ന പേരെടുത്ത് എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. 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 ഭൂതബാധികർക്കും ദാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധികർക്കും ദാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്മാർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്മാർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. യേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. വ്യർത്ഥമായിക്ക് ആമേൻ കാഴ്ച കൊടുത്ത നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അർത്ഥപ്രാണനായി അതേ ആമേൻ കിടന്ന മനുഷ്യനെ ആമേൻ അതേ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി സൗഖ്യം കൊടുത്ത നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ നാമത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. നിന്നെ സഹായിപ്പാൻ ശക്തിയുള്ള നാമമാണ്. ഇന്ന് പകൽ കേൾക്കപ്പെട്ട ഒത്തിരി വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, വാക്ക് മാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ തലമുറയിൽ അങ്ങയുടെ സാക്ഷികളായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ, ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ മനസ്സിനും സൗഖ്യം നൽകുവാൻ ശക്തിയുള്ള കർത്താവിനെ കുറിച്ച് കേൾക്കുവാനിടയായതിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ, ശ്രദ്ധ തിരിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ദുരിതങ്ങൾ പേറി കഴിയുന്ന വ്യക്തികൾക്ക് സമാധാനം നൽകുന്ന ശക്തിയുള്ള നാമത്തെക്കുറിച്ച് ഇന്ന് പകൽ കേട്ട ഓരോ വ്യക്തികളും ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ ആമേൻ ആശ്രയിച്ചു, പരാജയപ്പെട്ടു. അതേ സൗഖ്യം കാണുവാൻ കഴിയാതായിരിക്കുന്ന സമയത്ത് അവളുടെ കാതുകളിൽ മുഴങ്ങിയ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവളെ ശക്തിയുള്ളവളാക്കി മാറ്റി. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാൻ തക്കവണ്ണം അവളെ ഇടയാക്കി. ആ തൊട്ട മാത്രയിൽ ക്ഷണത്തിൽ ബാധ ഒഴിഞ്ഞ് ശരീരം സൗഖ്യമായതുപോലെ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ആമേൻ, യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, സന്തോഷമുള്ളവരായി മാറട്ടെ. പുതുബലത്തോടെ പുതുശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ആഴമേറിയ സമർപ്പണത്തോടെ ഇതാ ഞാൻ നിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആമേൻ സമർപ്പിക്കപ്പെട്ട മറിയെ പോലെ ലോകരക്ഷകനായ യേശുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്റെ ശരീരത്തെ സമർപ്പിച്ചതുപോലെ ഇന്ന് പകൽ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളെ ഈ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ നാമത്തിന്റെ വക്താവായി, സാക്ഷിയായി ഉപയോഗിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂടുമ്പോൾ ഇമ്പമുള്ള ഭവനമായി ഓരോ ഭവനങ്ങളും മാറട്ടെ കർത്താവേ. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവരെ സൗഖ്യമാക്കണമേ. പഠന മേഖലകളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ മേഖല അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജോലി മേഖലയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ ശുശ്രൂഷയിലായിരിക്കുന്ന, കർത്താവെ ശുശ്രൂഷയുടെ മേഖലകളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളെ ഓർക്കുന്നു. സ്വദേശത്ത് വിദേശത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ പരസ്യയോഗങ്ങൾ, മുറ്റത്ത് കൺവെൻഷനുകൾ, മറ്റ് കൺവെൻഷനുകൾ, സഭാ ശുശ്രൂഷകൾ ഒക്കെ ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുകയാണ്. കർത്താവ് അവരെല്ലാം അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി അവരെ ഉപയോഗിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കണം. സുഖകരമായി ഡെലിവറി കൊടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ വാങ്ങി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാകും. കർത്താവ് ഭവനത്തിന്റെ പണികൾ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ഭവനത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി നൽകി മാനിക്കണം. കർത്താവ് ദേശത്ത് തങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ കൊടുക്കണം. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ജപ്തിയുടെ മുമ്പിലായിരിക്കുന്നവരുണ്ട്. വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ അങ്ങനെ വിവിധമാകുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളുടെ മേലും നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കേണ്ടതിനായി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും പ്രാർത്ഥിയുള്ളവരാക്കി മാറ്റണമേ. ഇന്ന് പകൽ ആരാധനയിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ പങ്കാളിത്തം വഹിച്ച് എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. വചനത്തിന്റെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഷീജയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നു, സൗഖ്യമാക്കുന്ന കരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ശരീരം സുഖം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ടീച്ചറാനിക്ക് അനുവിനായി ഫേബയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭവനത്തിനായി, മാതാവിനായി, പിതാവിനായി, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുപ്രിയയും രതീഷിനെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ് ഇമ്മോനായി പ്രാർത്ഥിക്കുന്നു. ഊഹമയ്ക്കായി, അയൽമോക്കായി, കുടുംബജീവിതം ധന്യമാക്കുന്നു. ൂത്തുമോക്കായി പ്രാർത്ഥിക്കുന്നു. അടിയന് മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചർച്ച ബന്ധുക്കാർ, ഉറ്റവരുടയവർ എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ആയിരിക്കുന്ന ഒരു സംഘം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഏറെ കൃപ കൊണ്ട് നിറച്ചാൽ ദയോളം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, ഈ കാണുന്നതുവരെ ബേനസറായി കൂടെ ഇരിക്കും. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ നാമത്തിന്റെ മഹിമയ്ക്കായി ജീവിപ്പാൻ സഹായിക്കും. അടികൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമം താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവ്. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ മനസ്സാലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സാലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മുടെ കൂടെയുള്ള ഉലകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. എല്ലാവർക്കും വന്ദനം. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടി കാണുന്നതുവരെ എബനേസറായ ദൈവം കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി. ആമേൻ.